കേരളത്തിൽ ബി.ജെ.പി 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ ബി.ജെ.പിയുടെ ഘടകകക്ഷിയായ ബി.ഡി.ജെ.എസ് തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന ബി.ഡി.ജെ.എസ് അവരുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായിരിക്കുന്നു. ഇന്ന് കോട്ടയത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ചാലക്കുടി, മാവേലിക്കര, കോട്ടയം, ഇടുക്കി എന്നിവയാണ് ബി.ഡി.ജെ.എസ് മത്സരിക്കുന്ന സീറ്റുകൾ. വയനാടും ആലത്തൂരുമായിരുന്നു കഴിഞ്ഞ തവണ ബി.ഡി.ജെ.എസ് മത്സരിച്ചിരുന്ന 2 സീറ്റുകൾ. ആ 2 സീറ്റുകളും ഇത്തവണ ബി.ജെ.പിക്ക് നൽകിക്കൊണ്ട് ബി.ജെ.പിക്ക് മത്സരിച്ച ഇല്ലെങ്കിൽ ബി.ജെ.പി കഴിഞ്ഞ തവണ മത്സരിച്ച ചാലക്കുടിയും കോട്ടയവും ബി.ഡി.ജെ.എസ് നൽകുകയായിരുന്നു. ബി.ഡി.ജെ.എസ് പിടിച്ചെടുക്കുകയായിരുന്നു. ഏതായാലും ചാലക്കുടിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി റബ്ബർ ബോർഡ് വൈസ് ചെയർമാനായ ചാലക്കുടി ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണൻ ആണ് പ്രഥമ പരിഗണന ബി.ഡി.ജെ.എസ് നൽകിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിൻ്റെയും ഇ.എസ്. ഷീബയുടെയും പേരും പരിഗണനയിൽ ഉണ്ടെങ്കിലും ചാലക്കുടി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് മുൻഗണന ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി ആയിരിക്കും എന്നൊരു സൂചന കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. മുൻ എം.എൽ.എ. മാത്യു സ്റ്റീഫൻ മത്സരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുപോലെ തന്നെ മാവേലിക്കരയിൽ KPMSൻ്റെ നേതാവായിരുന്ന ബൈജു കലാശാല പ്രാഥമികമായി തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ സീറ്റുകൾ മുൻപോട്ട് പോകുന്നത്. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കും. നേരത്തെ തന്നെ കോട്ടയത്ത് ബി.ഡി.ജെ.എസ് അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു, പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയിരുന്നു. തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം NSS ആസ്ഥാനത്ത് പോയി സുകുമാരൻ നായരെ കാണുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുഷാർ വെള്ളാപ്പള്ളി കോട്ടയം ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഏതായാലും കോട്ടയം തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നു. ചാലക്കുടി ഉണ്ണികൃഷ്ണൻ, ഇടുക്കിയിൽ മാത്യു സ്റ്റീഫൻ, അതുപോലെ തന്നെ മാവേലിക്കരയിൽ ബൈജു കലാശാല. ഇതാണ് ബി.ഡി.ജെ.എസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ്. ഇതോടുകൂടി NDA മുന്നണി കേരളത്തിൽ 16 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.